കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നബിയും നയനയും കൂടെ കനികയുടെ ഗോവിന്ദന്റെ അരിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗോവിന്ദനും കനിക ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന നന്ദു എന്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവർ തൽക്കാലത്തേക്ക് അവർ പിടിച്ചു നിൽക്കുകയാണ്. ഫ്രണ്ട്സിനോടൊപ്പം അവൾ ഇറങ്ങി. ഇന്നൊരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, നാളെ ട്രെയിനിങ്ങിന് പോകല്ലേ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ഗോവിന്ദ പറഞ്ഞു, അവള് വന്നിട്ട് ഫുഡ് കഴിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചതാ കനകെ. അവളല്ലേ ആള്. ഫ്രണ്ട്സിനെ കണ്ടു കഴിയുമ്പത്തേനും അവള് വീട്ടുകാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു. പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും. എത്ര സമയം വേണേലും അവരോടൊപ്പം ഇരുന്നോളും. ഇനിയിപ്പം വരുന്ന ഒരു സമയമാകുമ്പോഴായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം കനക പറഞ്ഞു, അത് ശരിയാ, ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലല്ലോ. ഫ്രണ്ട്സിനെ കണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് സമയം പോകുന്ന അറിയത്തേ ഇല്ലെന്ന് പറയണം. നബിക്കുന്ന എനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആയിപ്പോ ഈ സമയത്ത് കനക പറഞ്ഞു, മക്കള് കയറുക, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. ദേ ഒന്നാമത്തെ കാര്യം നബിയമ്മളുടെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട്. അവളെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുഡ് കഴിക്കൊക്കെ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് മോള് വന്ന് വല്ലതും കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് നവ്യനെ വിളിച്ചിട്ടുണ്ട് അത് കയറി പോവാണ്. ഈ സമയത്ത് നയന പതുക്കെ നവ്യോട് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി, നമ്മളെന്ന് ചോദിക്കാം. എനിക്കറിയില്ല, ഒരു പക്ഷെ കുറച്ച് സമയം കൂടെ കള്ളത്തരം പറഞ്ഞൊക്കെ നമുക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് സാധിച്ചേക്കും. ആദർശേണ്ണൻ എത്രയും പെട്ടെന്ന് വന്നാൽ മതി എന്ന് നയനെ പറയാം. ആദർശേണ്ണൻ വരുവാണെങ്കിൽ ഞാൻ ആദർശേണ്ണൻ കുട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവായിരുന്നു. അതുവരെ അച്ഛനും അമ്മയും കാര്യങ്ങൾ അറിയണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ നബി പറഞ്ഞു, അത് ശരിയാ, ആദർശേണ്ണൻ വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് നീ ഇവിടുന്ന് ആദർശേണ്ണൻ കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ അവര് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. ആ സമയത്ത് മുത്തശ്ശിയും ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയോട് ദേവേനെ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ആ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന വലിയ പ്രശ്നക്കാരിയൊന്നും ആന്ന് തോന്നില്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അവൾ അല്ലെങ്കിൽ ഒരു പാവമാണ്. കാരണം നേരെ പോകുന്ന സ്വഭാവക്കാരിയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവള് പ്രതികരിക്കും. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു, എനിക്കെന്താണല്ലോ അവള് രക്ഷപ്പെടണം തന്നെ ആഗ്രഹം എന്ന് പറയാം. കാരണം അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ പിന്നെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അവളുടെ SI സ്വപ്നമാണ് തകരാനായിട്ട് പോണേന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവളെ ഇറക്കണം. നാളെ അവൾക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനുള്ളതല്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷേങ്കിൽ ഇതുവരെയായിട്ട് അവൾക്ക് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ലോ എന്ന് പറയാം. ആദർശ് പോകുമായിരിക്കും. ആദർശ് മിക്കവാറും ഏതെങ്കിലും വക്കീലിലേക്ക് ഏർപ്പാടാക്കും എന്ന് പറയണം. അപ്പോഴേക്കും ഇതറിഞ്ഞ് ജലജ അങ്ങോട്ട് വരുവാണ്. ജലജ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഒരു സന്തോഷമായത്. ഇത്രയും നാൾ കൂടി ഇപ്പോഴും സന്തോഷിക്കുന്നത് എന്താണ്, അവൾക്ക് കിട്ടാനുള്ള പണിയെ കിട്ടിയിരിക്കുന്നത്. കുറച്ച് അഹങ്കാരം കുറഞ്ഞു കിട്ടും ആ നന്ദു എന്ന് പറയുന്നവളുടെ. അപ്പോഴേക്ക് അനാമയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അനാമയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് അനാമയ്ക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താണ് സന്തോഷമായെന്ന് പറയാണ്. അവൾക്കിട്ട് കിട്ടേണ്ട പണി തന്നെയാ. അല്ലെങ്കിലും എന്റെ ജീവിതം തട്ടിത്തെറിപ്പിക്കാൻ നോക്കിയാളോ അല്ലേ അവള്. അവൾക്കിട്ട് ഇങ്ങനെ തന്നെ കിട്ടണമെന്ന് പറയാം. അവൾ ഇനി SIയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള മനുഷ്യന്മാർക്കൊന്നും നടക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, എനിക്ക് എന്താണല്ലോ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന് നിരക്കാത്ത പരിപാടിയായിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ കിടക്കില്ലെന്നാണ് എന്റെ വാദം. അവൾ എത്രയും പെട്ടെന്ന് ഇറങ്ങുക തന്നെ വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമ പറഞ്ഞു, വല്യമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറഞ്ഞേ? അവൾ എത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അത് പക്ഷെ അനാമയെ നിനക്ക് തോന്നുകയാണെങ്കിലോ അവൾ അങ്ങനെയും ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. അവൾ ഇന്ന് വരെ നേരെ പോകുന്നൊരു പോളിസി ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓഹോ, ഇപ്പൊ വല്യമ്മ അവളുടെ പക്ഷത്താണോന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ ആരുടെയും പക്ഷത്തല്ല. നേറിന്റെ നെറിയുടെ ഭാഗത്തോ ഞാൻ നിൽക്കത്തുള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളോ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, ഞാൻ ദേവേനയുടെ ഒപ്പം നിൽക്കുള്ളൂ. കാരണം ദേവേനി നിനക്കറിയാലോ അവൾ എത്രമാത്രം മോഹിച്ചിട്ടുണ്ട്. അവള് മാത്രമല്ല, അവളുടെ ചേച്ചിമാരായ നവ്യക്കും നയനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾ SI ആവുന്നേ. അപ്പൊ അവളുടെ സ്വപ്നം തകർന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നയനമോൾക്ക് നവ്യയ്ക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലെന്ന് പറയണം. ജലജ പറഞ്ഞു, അവളുടെ അഹങ്കാരത്തിന് തന്നെ നല്ലൊരു ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കുന്നേ. ഇതിൽ പരമൊന്നും അവൾക്ക് കിട്ടാനില്ലെന്ന് പറയാണ്. ഈ സമയത്ത് നന്ദു ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ ലോക്കപ്പിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനഃപൂർവ്വം കുടുക്കിയതാണ്. ഈ കുടുക്കിൽ നിന്ന് തനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ തന്റെ SI മോഹം അങ്ങോട്ട് പൊലിഞ്ഞു പോകും. അതോടുകൂടി താൻ ഒന്നും അല്ലാതായി തീരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് നന്ദുവിന് കണ്ണു നിറഞ്ഞൊഴുകി. ഒരു പക്ഷെ ഒന്നും വേണ്ടിയിരുന്നില്ല. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് ഓർത്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചാണെങ്കിൽ അവരിതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കും തന്നെ കൊടുക്കാനായിട്ട്. അപ്പൊ അത് ആരാ എന്താ ഒന്നും മനസ്സിലായില്ല നന്ദുവിന്. ഈ സമയം ദേവേനെ ആലോചിച്ചു, ദൈവം എന്റെ ഭഗവാനെ, നാളെ അവൾക്ക് ഇറങ്ങാൻ സാധിക്കണം. അവൾ ഇറങ്ങിയില്ലെങ്കിൽ എല്ലാം പ്രശ്നത്തിലാവും. നയനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. നയനെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് സഹിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നാൽ മതിയായിരുന്നു. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുവാണെങ്കിൽ നന്ദുവിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും എന്നൊക്കെ ഓർത്ത് ദേവേനെ ആകെപ്പാടെ പോഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് കനകയുടെ ഗോവിന്ദന്റെ വീട്ടിലേക്ക് വരുവാണ്. ആദർശനെ കണ്ടപ്പോൾ കനകയും ഗോവിന്ദനും ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുവാണ്. പിന്നീട് ആദർശനോട് മോൻ വാ,
കാത്തിരിക്കുവായിരുന്നു പറയണം. നയനമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ വരുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദർശ് പറഞ്ഞു, അതെ എനിക്ക് പുറത്തു വരെയൊന്ന് പോണെന്ന് പറയാം. അതെന്താ പെട്ടെന്ന് തന്നെ വന്ന് പോന്നേ? അത് നയനയും കൊണ്ടാ ഞാൻ പോണേ. നയനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു നന്ദുവിന് വേണ്ടി. അല്ല, അവൾ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചാണല്ലോ എന്ന് പറയാം. അതെന്താന്ന് അറിയത്തില്ല. അപ്പൊ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് പോയിട്ട് വരാമേന്ന് പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയാം. അമ്മ ചോദിക്കാനൊന്നും പോണ്ട, ഇനിയിപ്പം അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ, അവളും കൂടെ എൻ്റെ ഒപ്പം വരട്ടെ എന്ന് പറയാണ്. പിന്നീട് നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നന്ദു ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്ന ആ ഒരു കാഴ്ച നയനെ കാണുവാണ്. നയനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നയനയോട് പറഞ്ഞു, ആദർശ് നീ ഇവിടെ ഇരിക്കുക, ഞാൻ എസ് ഐയോട് കയറി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് എസ് ഐയുടെ മുറിയിലേക്ക് ആദർശം അങ്ങോട്ട് കയറി ചെല്ലുക. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്താ കാര്യം എന്താന്നൊക്കെ തിരക്കി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു, അതെ അവള് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, പക്ഷേ എങ്കിൽ അവൾക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ചെറുക്കന്റെ അവസ്ഥ കണ്ടില്ലേ, അവന് വാരിയലിന് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഒരു കാരണവശാലും നന്ദു അങ്ങനെ ചെയ്യുന്നവളല്ല. അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും സാറേ, അല്ലാതെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം. ആദർശ് പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടി അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, പരാതി കിട്ടുമ്പോ അന്വേഷിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ സാർ ഒരു കാര്യം വിചാരിക്കണം. സാറ് കാരണം ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടീനെയാണ് സാർ അകത്ത് പിടിച്ചിട്ടിരിക്കുന്നെങ്കിൽ നാളെ അവളുടെ ഭാവി തന്നെ ഇല്ലാതായിപ്പോ. പിന്നീട് സാർ ഇരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം സാറിന് നാളെ ഒരു കുറ്റബോധം തോന്നാൻ പാടില്ല. നാളെ നിയമം കയ്യിലെടുക്കേണ്ട ആളാണ് അവളും. അപ്പൊ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങിൽ പോകാനായിട്ട് കാത്തിരുന്ന അവളുടെ സ്വപ്നങ്ങളാ. അവൾ ഇത്രയും കാലം കാത്തിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി നാളെ അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ദിവസമായിരുന്നു. ആ സമയത്ത് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ആ കള്ളക്കേസ് പെടുത്തിയാണ് അവളെ ഇങ്ങനെ അകത്തിട്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് നാളെ അവളുടെ ആ സ്വപ്നം പൊലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സാറിരുന്ന് പരിതപിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടതും എസ് ഐ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ആദർശേ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയാലോ. ഒരുപക്ഷെ നാളെ കോടതി ഹാജരായി കഴിയുമ്പോഴത്തേനും ജാമ്യം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല സാറേ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ നാളെ ട്രെയിനിങ് സ്വപ്നം തന്നെ പൊലിഞ്ഞു പോയില്ലേ. സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുപക്ഷെ തെളിവും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേനും ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം അവസാനിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം. സാറ് വിചാരിക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയണം. ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശിനോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പൊ ആരെ അനുവദിക്കില്ല, പിന്നെ ആദർശ് പറഞ്ഞുകൊണ്ട് മാത്രം ഒന്ന് പോയി സംസാരിച്ചോളാൻ പറയണം. പിന്നീട് ആദർശ് നന്ദുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. നന്ദുവിന്റെ സങ്കടം കൊണ്ട് കണ്ണും നിറഞ്ഞൊഴി. ആദർശ് പറഞ്ഞ്, പേടിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ട് നിന്നെ ഇവിടെ ഞങ്ങൾ ഇറക്കിയിരിക്കുമെന്ന് പറയാണ്. പിന്നീട് അനാമിക ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോഴേക്കാണ് അനിയ അങ്ങോട്ടേക്ക് വരുന്നത്. അനിയെ കണ്ടപടി തന്നെ അനാമിക പറഞ്ഞു, ഇപ്പോഴെനിക്ക് സന്തോഷമായെന്ന് പറയാണ്. അവസാനം അവൾക്കൊരു നല്ല പണി തന്നെ കിട്ടിയെന്ന് പറയണ. ഇത് കേട്ടത് അനി പറഞ്ഞു, നീ അത്ര അഹങ്കരിക്കണ്ടേ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയണ. ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നൊക്കെ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് പറയാം. മനസ്സിലായല്ലോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ വീട്ടിൽ കയറി എന്റെ അച്ഛനും അമ്മേനെ തല്ലി ചതച്ചോളൂ അവളെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതിയോ? ശരിക്കും പറഞ്ഞാല് ദൈവമായിട്ട് അവൾക്ക് കൊടുത്തേക്ക് ശിക്ഷയാ. ഞങ്ങൾ അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് അനി പറഞ്ഞു, അവൾക്കിട്ട് ഇങ്ങനെ ഒരു കളി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിയാന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകത്തില്ലെന്ന് പറയണ. അനാമ പറഞ്ഞു, എനിക്കറിയാടാ, നിനക്ക് നിന്റെ കാമുകിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ നിന്റെ ഈ രോഷം ചോദിക്കാം, ഒന്നും മിണ്ടായിരുന്നണം എന്ന് പറഞ്ഞിട്ട് അതിന് ദേഷ്യപ്പെടുവാണ്. നീ എന്താടി കിടന്ന് ചെലക്കണേ? നിനക്ക് നാണമുണ്ടോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാനോ അട്ടഹസിക്കാനും പറ്റും നിനക്ക് മാത്രമേ ഉള്ളൂ. നിന്നെപ്പോലെ ദുഷ്ട മനസ്സുകളൊക്കെ പറ്റുള്ളൂ എന്ന് പറയാം. അല്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ആർക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പത്തിന് സഹിക്കാൻ പറ്റില്ല. കാരണം അവള് കഷ്ടപ്പെട്ട് പഠിച്ചതിന് ഫലം അവൾക്ക് കിട്ടിയില്ല. പക്ഷെ നീയോ, നിനക്കിതൊന്നും നേടാനും കഴിഞ്ഞില്ല. വല്ലവർക്കും വല്ലതും കിട്ടിക്കഴിയുമ്പോ അസൂയ. അതിനേക്കാൾ ഉപരി നിനക്ക് പേടിയുണ്ട് അനാമിയെ. അവൾ SI ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ അന്തപുരിയിലെ പല കള്ളത്തരങ്ങളും അവൾ പൊളിച്ചെടുക്കുന്ന ആ പേടി കൊണ്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടത് അനാമി വിളിച്ചു, പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ നീ ചെയ്തിട്ടില്ല പോലും. നിന്നെ ഞാൻ ഇന്നലെ കാണുന്നല്ലോ, കുറച്ചു നാളായിട്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിന്നെ കാണുന്നതല്ലേ. നീ കാരണം എന്റെ ജീവിതവും നശിച്ചു, പിന്നെ മറ്റുള്ളവരുടെ ജീവിതം കൂടി നീ എന്തിനാണ് നശിപ്പിക്കാൻ ഇറങ്ങിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കണ്ടായിരുന്നു നീ അവളും കൂടെ തമ്മില് അങ്ങനെ അങ്ങോട്ട് സൊള്ളിക്കൊണ്ട് നടക്കണേ. എടാ, കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയാടാ ഞാന്. ആ വിചാരം നിനക്കുണ്ടോ? ഇല്ലല്ലോ. നീ ആ കാമുകിയോടൊപ്പം ചുറ്റിക്കറങ്ങുമ്പോ നിന്റെ ഭാര്യ ഉണ്ടെന്നുള്ള ചിന്ത വേണമെന്ന് പറയാ. ഭാര്യയാണ് പോലും. നിനക്ക് നാണം ഉണ്ടോ അനാമിക ഇങ്ങനെ പറയാനായിട്ട്? ഭാര്യ അവനായിട്ട് നീ എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇന്ന് വരെ? ഇല്ലല്ലോ. നീ എന്റെ പണവും പ്രതാവും മാത്രം ആഗ്രഹിച്ചിരുന്നേ, അത് മാത്രം നിനക്ക് വേണ്ടത്, അല്ലാതെ എന്നെ വേണ്ട നിനക്ക്. ഇപ്പോഴാണെങ്കിലും
ഒരു കാര്യം എനിക്ക് ഉറപ്പാ, കുറച്ച് പണം തരാന്ന് പറഞ്ഞാൽ നീ പണ്ടേ ഡിവോഴ്സ് വാങ്ങി എൻ്റെ അടുത്തൊന്ന് പോകത്തുള്ളൂ. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന നിന്നെ നിന്റെ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പരിപാടി. അധികം വൈകാതെ തന്നെ നിന്റെ കള്ളത്തരങ്ങളും ചതിയെല്ലാം പുറത്തു കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അന്യ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോകണം. ഈ സമയത്ത് നന്ദു ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. നയന വന്നിട്ട് പറഞ്ഞ് മോള് വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും മോളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കിയിരിക്കുമെന്ന് പറയാണ്. മോൾക്ക് ഇനി ഇവിടെ കിടക്കേണ്ടി വരില്ല, നാളെ മോളുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാണ്. അങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിച്ചിട്ട് നയനയും ആദർശം കൂടെ പുറത്തേക്ക് വരുവാണ്. ഒരു കാര്യം ഉറപ്പാ, ഇനിയിപ്പം അവള് നന്ദുവിനെ അവിടെ നിന്ന് പുറത്തിറക്കുക തന്നെ ചെയ്യും. നന്ദുവിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഒരു പക്ഷേങ്കില് SIക്ക് അവസാന സത്യങ്ങളൊക്കെ ബോധ്യപ്പെടും. അങ്ങനെ കേസില്ലാതാക്കി നന്ദുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അല്ലെങ്കിൽ ഇനി ഇപ്പൊ പറഞ്ഞ ആ ചെറുക്കനെ പെണ്ണിനെ ആദർശം സ്വാധീനിച്ച കേസിലെന്ന് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടി തീർന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും ആദർശം ചെയ്യും. അതോടൊപ്പം തന്നെ ദേവേനും കട്ടയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെ നന്ദു അവസാനം ട്രെയിനിങ്ങിലൂടെ SI ആയിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.